അച്ചായമായിട്ട് മാന്നാർ വരെ പോയി തിരിച്ചു വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കാക്കനാട് ചന്ത കണ്ടപ്പോ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചു. മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് പോകാല്ലോ കറി വെക്കാനായിട്ട് നാളത്തേക്ക്. നമ്മുടെ കായംകുളം കാക്കനാട്ട് ചന്ത കൂടുന്നതേ വൈകുന്നേര സമയങ്ങളിലാണ്. ഈ ചന്തയിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം തോന്നിപ്പോ ഇവിടെ വല്ല ഉത്സവം നടക്കുവാണോ. നാമാതിരി തെള്ളും തിരക്കുമായിരുന്നു കേട്ടോ. മീനാണെ പിന്നെ വിലയേ ഇല്ല. ഒടുക്കത്തെ വിലയെന്ന് വെച്ചാൽ മുടിഞ്ഞ വില. ഏത് മീനിന്റെ വിലയെന്ന് ചോദിച്ചാൽ കിലോ 400 300, അതിൽ താഴോട്ടില്ല. ഈ കിടക്കുന്ന നെയ്മത്തിയാണെങ്കിൽ ഒരു 2 ദിവസം മുന്നേ കിലോ 200-ന് മേടിച്ചതാ. ഇപ്പൊ അതിന് 400 ആയെന്ന്. സ്വർണ്ണവില കുതിച്ചുയരുന്നേക്കാൾ ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ മീന്റെയും വെളിച്ചെണ്ണയുടെയും വില കയറി പോകുന്നത്. സ്വർണ്ണം ഇല്ലാതെ പിന്നെയും നടക്കാം നമുക്ക്. പക്ഷേ എങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മീൻ കറി വെക്കാനും പറ്റത്തില്ല, വറക്കാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ വെളിച്ചെണ്ണയും മീനും ഇല്ലാതെ ജീവിക്കുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ. അതുകൊണ്ട് വില കൂടിയാലും ആവശ്യക്കാരന് ഔചിത്യം ഇല്ലെന്നല്ലേ മേടിക്കുമെന്നേ. ചന്തയെ കൂടുതലായിട്ട് കണ്ടത് ചെമ്മീനും നെത്തോലിയൊക്കെ ആയിരുന്നു. പിന്നെ അയില, മത്തി, ചൂര, കേര, ചെങ്കലവ, നങ്ക, ഉലുവ, അങ്ങനെ ഒട്ടനവധി വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിനും തീ വിലയായിരുന്നു. തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുന്ന കൂട്ട് തമ്മിൽ ഭേദം CD ആണെന്ന് തോന്നി. അത് 1/2 കിലോ മേടിച്ച് 100 രൂപയ്ക്ക്. പിന്നെ ഒരു മങ്കട, അത് 1/2 കിലോ ആണ്. ഒരു മങ്കട 150 രൂപയായി. അപ്പം അത് രണ്ടും മേടിച്ചോണ്ടങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. മതിയല്ലോ, അത് രണ്ടും മേടിച്ചല്ലോ. പിന്നെ ഇതൊന്നുമല്ലേ, ഇത് അങ്ങോട്ടിറങ്ങണോ ഇങ്ങോട്ടിറങ്ങണോ, ഇതിനകത്തുനിന്ന് ഈ തെള്ളിനകത്തുനിന്ന് വഴി ഏതാന്ന് പോലും മനസ്സിലാവുന്നില്ല. തിരക്ക് കാരണം എന്തായാലും വഴി കിട്ടി. വേണ്ടാണ്ട് ഇതാണ്. വെള്ളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരാശ്വാസം. ഓ, ഇതൊന്നുമല്ല കാര്യം. ഞാനും അച്ചായും കൂടി ഇവിടുന്ന് മീനൊക്കെ മേടിച്ചുകൊണ്ട് ഇപ്പോൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അമ്മച്ചോട് ഒരു ചോദ്യം, ഇതിന് എത്ര രൂപയായി? അപ്പം വില അങ്ങോട്ട് കേൾക്കുമ്പോൾ അമ്മച്ചി, എന്തിനാ മീൻ മേടിച്ചാൽ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇത് മേടിക്കണ്ടേ?